134 രൂപ GST ഇനത്തിലേക്ക് വീണ്ടും ഗവൺമെന്റ് ഖജനാവിലേക്കാണ് വരുന്നത്. 336 രൂപ കോർപ്പസ് ഫണ്ടിലേക്കും പോകുന്നു. ഇപ്പോൾ ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തിരിക്കുന്നത്? സർക്കാർ ജീവനക്കാരിൽ നിന്നും ഓരോ മാസവും 810 രൂപയാണ് ഈടാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഗവൺമെന്റ് 9,720 രൂപയാണ് ഒരു കൊല്ലം സർക്കാർ ജീവനക്കാരുടെ പക്കൽ നിന്നും ഈടാക്കുന്നത്. 18% GST ആണ് കണക്കാക്കുന്നത്. അങ്ങനെ 1,750 രൂപ GST ഇനത്തിൽ ഈ സർക്കാരിന്റെ ഖജനാവിലേക്ക് വരും. തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ അവിടെ ഗവൺമെന്റ് ഈടാക്കിയപ്പോൾ 5.5 ലക്ഷം പേരുടെ സർക്കാർ ജീവനക്കാരും 5 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരെ ഉപയോഗിച്ച് അംഗങ്ങളാക്കി കൊടുത്തത്. ഇത്രയധികം ഒരു സാധാരണ ഇൻഷുറൻസ് കമ്പനി 10ഉം 14ഉം 20ഉം കൊല്ലപ്പെടുക്കാരെ ഈ ഇൻഷുറൻസ് കമ്പനിക്ക് അടിമയാക്കി വെച്ചിരിക്കുന്നു. ജീവനക്കാർക്ക് ഓപ്ഷൻ ഇല്ല. ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ വന്നാൽ അവന്റെ ഭാര്യ സർക്കാർ ജോലിക്കാരിയാണെങ്കിൽ അവരിൽ നിന്നും ഈ സെയിം അക്കൗണ്ട് ഈടാക്കും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ പെൻഷൻ ഉണ്ടെങ്കിൽ ആ പെൻഷനുടെ കയ്യിൽ നിന്നും ഈ സെയിം എമൗണ്ട് ഈടാക്കും. സർക്കാർ ജീവനക്കാരെ കൊള്ളയടിക്കുന്ന ഇതുപോലൊരു പദ്ധതി കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റും ചെയ്തിട്ടില്ല. ഇങ്ങനെ സംശയമില്ല. ഈ പദ്ധതിക്കെതിരെ ജീവനക്കാരുടെ പ്രതിഷേധ സൂചകമായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ എത്തിയാൽ നിങ്ങൾ എല്ലാവരെയും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അഭിവാദ്യം നടത്തുന്നു. ജയ് ഹിന്ദ്. സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ ഉൾപ്പെടെ KGU നേതാക്കന്മാരെ നിങ്ങൾക്കറിയാം, വളരെ ഇരിക്കാതെ പ്രീമിയം എമൗണ്ട് ഒറ്റയടിക്ക് 810 രൂപയാക്കിയിരിക്കുകയാണ്. പ്രീമിയം എമൗണ്ട് മാറിയപ്പോൾ എഗ്രിമെന്റ് മാറിയിട്ടില്ല. മെഡിസെപ്പ് എംപാനൽ ചെയ്ത ഹോസ്പിറ്റലുകളുടെ എണ്ണം ഒന്നും വർദ്ധിച്ചിട്ടില്ല. എംപാനൽ ചെയ്ത ഹോസ്പിറ്റലുകൾ ചികിത്സയ്ക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ ഒന്നും കൂട്ടിയിട്ടില്ല. യാതൊരു വിധമായ ചർച്ചയും സർവീസ് സംഘടനകളുമായിട്ട് നടത്താതെ നടപ്പിലാക്കി ഒരിക്കൽ കൂടി അനുകൂലം അറിയിച്ചു നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഉന്മേഷ്.